നമ്മളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണല്ലോ. ഗൂഗിൾ പേയിലൂടെ നമ്മൾ പല സന്ദർഭങ്ങളിലും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപാട് ട്രാൻസാക്ഷൻ നമ്മൾ നടത്താറുണ്ട്. എന്നാൽ ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മുഴുവൻ നമ്മുടെ ഗൂഗിൾ പേ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിസ്റ്ററി നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ നോക്കി നടന്നാൽ ഇതിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണില്ല. പല ആളുകൾക്കും അറിയില്ല. പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഗൂഗിൾ പേയിലൂടെ ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പെർമനൻ്റ് ആയിട്ട് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാം എന്ന്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ കാര്യം കണ്ട് മനസ്സിലാക്കാം. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് മറ്റാരും കാണരുത് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു. ഇവിടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് ഞാൻ കൊടുത്തു. കൃത്യമായിട്ടത് ഓപ്പൺ ആയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഏറ്റവും മുകളിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഓപ്പണായി വരിക. ഇവിടെ ബ്ലൂ കളറിൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഗൂഗിൾ പേ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ലിങ്ക് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അതായത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മൊത്തം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആകും. ഇത് ഗൂഗിൾ പേയുടെ തന്നെ സൈറ്റാണ്. ഇതിങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണോ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ചിലപ്പോൾ മറ്റാരെങ്കിലും ഈ ഒരു സൈറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ അതുകൊണ്ടാണ് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കുന്നത്. അതിനായിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് വീണ്ടും നിങ്ങളുടെ തന്നെ ഫിംഗർ പ്രിൻറ്റ് ഇതിൽ കൊടുക്കണം. അപ്പോൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്ത എല്ലാ ഹിസ്റ്ററികളും എത്രത്തോളം ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട് ആ ഹിസ്റ്ററികൾ മുഴുവനും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇത് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല ഓരോന്നായിട്ടും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആ ഒരു ഇൻറ്റോ മാർക്ക് ഉണ്ടല്ലോ, ആ ഇൻറ്റോ മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ ദിവസത്തെ ഇപ്പോൾ 6 ജൂലൈ ഇവിടെ കാണുന്നുണ്ട്. 6 ജൂലൈൻ്റെതാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. 6 ജൂലൈയിൽ നിങ്ങൾ നടത്തിയ ട്രാൻസാക്ഷൻ മൊത്തം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ല നിങ്ങൾക്ക് ഓരോന്നാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഇൻറ്റോ മാർക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇൻറ്റോ മാർക്ക് നിങ്ങൾക്ക് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോയി, അത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി. പിന്നെ അത് ഡിലീറ്റ് ആകുന്നതിൻ്റെ പ്രോഗ്രസ് ഇത് മുകളിൽ കാണാൻ സാധിക്കുക. അതിങ്ങനെ പെർമനൻ്റ് ആയിട്ടാണ് ഡിലീറ്റ് ആകുന്നത്. അത് ഡിലീറ്റ് ആയി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിലേഷൻ കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് നമുക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ സംബന്ധമായിട്ടുള്ള ട്രാൻസാക്ഷൻ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.